കൂടുതൽ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നീണ്ട വർഷങ്ങൾക്ക് ശേഷം തമിഴ് സിനിമാ ലോകത്തെ രണ്ട് ഇതിഹാസങ്ങൾ നടൻ കമൽഹാസനും സംവിധായകൻ മണിരത്നവും ഒരുമിച്ചെത്തിയ ചിത്രമാണ് തഗ് ലൈഫ്. ഇന്നലെ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. കമൽ മണിരത്നം കൂട്ടുകെട്ട് ഒരു മാന്ത്രിക അനുഭവം സമ്മാനിക്കുമെന്ന ആരാധകരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ആദ്യ ദിനം പുറത്തു വന്നത്. സിനിമയുടെ ആദ്യ ദിനത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ആകെ 17 കോടി രൂപയുടെ ഇനീഷ്യൽ കളക്ഷനാണ് നേടിയത്. ഇതിൽ തമിഴ് ഷോകളിൽ നിന്ന് 15.4 കോടിയും തെലുങ്ക് ഷോകളിൽ നിന്ന് 1.5 കോടിയും ഹിന്ദി ഷോകളിൽ നിന്ന് വെറും 0.1 കോടിയും മാത്രമാണ് ലഭിച്ചതെന്ന് ഫിലിം ട്രേഡ് പോർട്ടലായ സാഗ്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കളക്ഷൻ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ ശങ്കർ ചിത്രം ഇന്ത്യൻ 2-ന്റെ ആദ്യ ദിന കളക്ഷന്റെ പകുതി പോലും തഗ് ലൈഫിന് നേടാനായില്ല എന്നത് ശ്രദ്ധേയമാണ്. കമൽഹാസൻ ശങ്കർ കോംബോയിലെത്തിയ ഇന്ത്യൻ 2 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 25 കോടി രൂപയായിരുന്നു നേടിയത്. അതുപോലെ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലെത്തിയ വിക്രം 32 കോടി രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനോടെയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ആരംഭിച്ചത്. ഈ സിനിമകളുടെ കളക്ഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ തഗ് ലൈഫ് കളക്ഷന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ്. ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും നിരാശപ്പെടുത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നത്. മണിരത്നത്തിൽ നിന്ന് ഇങ്ങനെയൊരു ചിത്രം പ്രതീക്ഷിച്ചില്ലെന്നും ചില പ്രേക്ഷകർ പറയുന്നു. AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം പൂർണ്ണമായും നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ എക്സിൽ കുറിക്കുന്നുണ്ട്. മൊത്തത്തിൽ വലിയ ഹൈപ്പോടെത്തിയ തഗ് ലൈഫ് ആദ്യ ദിനം തന്നെ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതെ ബോക്സ് ഓഫീസിൽ തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലെ കളക്ഷനും പ്രേക്ഷക പ്രതികരണങ്ങളും ചിത്രത്തിന്റെ ഭാവി നിർണ്ണയിക്കും.